നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ, നീ പേടിക്കണ്ട. ഏട്ടൻ വന്നു. ഞാൻ എത്രയും പെട്ടെന്ന് നിന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാം. ഇവരെന്നെ തല്ലി ഗിരിയേട്ടാ. എന്റെ അനിയത്തെ തല്ലാൻ മാത്രം ധൈര്യം ആർക്കാണ് ഉള്ളത്? എനിക്ക്. ഇതാണോ എല്ലാവരും കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഗീതി? കൊള്ളാം, ഒരു ഗുണ്ടയുടെ ലുക്കൊക്കെ ഉണ്ട്. എന്റെ അനിയത്തെ തല്ലിയിട്ട് ഡയലോഗ് അടിക്കുന്നോടി. ഏടി പോടിന്നൊക്കെ വിളിച്ചാ ഓടിച്ചു നിന്റെ നോട്ടല്ലേ ഓടിക്കും. എന്നാ ഓടിക്കടി. എന്തേ കാണിക്കുന്നേ? സ്റ്റേഷനിൽ കയറി വന്നൊരു പോലീസുകാരിയെ തല്ലിയ എത്ര വലിയ തെറ്റാന്നറിയോ? എത്ര വലിയ കുറ്റമാണെങ്കിലും ശരി, എന്റെ അനിയത്തെ അടിച്ച ഇവിടെ ഞാൻ വെറുതെ വിടില്ല. നീ എന്ത് ചെയ്യൂടാ? നിന്നെ ഞാൻ ഗിരിയെ മാഡത്തിന് അറിയില്ല. കഴിഞ്ഞ മാസേ നല്ല ശരീരമുള്ള ഒരുത്തനെ ഒറ്റടിക്ക് ബോധം കെടുത്തിയതാ. ആ മനുഷ്യന് ബോധം തെളിഞ്ഞതേ 2 ദിവസം കഴിഞ്ഞിട്ടാ. മാഡം അവന്റെ ഒരു കൈക്കുള്ളതില്ല കേട്ടോ. ഫ്രാൻസിസ് സാർ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുക. വിടും. ഇങ്ങനെയാണോ നീ സ്വപ്നയോട് ദേഷ്യം തീർക്കുന്നത്? ഞാൻ എന്ത് ചെയ്തു ഗിരിയേട്ടനി പറയുന്നേ? ഇവള് മയക്കുമരുന്ന് കടത്തില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ പിന്നെ അവളെ കുടിക്കിയത് പോലീസുകാരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. നിങ്ങൾ ആദ്യം പോലീസുകാരെ ഇത്രയും വെറുക്കുന്നതൊന്നും നിർത്ത്. മൊത്തം കുടുംബക്കാരും പോലീസുകാരെ വെറുക്കാൻ വേണ്ടി മാത്രം ഉണ്ടായവരാ. എന്ത് തെറ്റ് സംഭവിച്ചാലും അതെല്ലാം പോലീസുകാരുടെ തലയിൽ ഇട്ടാ മതിയല്ലോ. അവൾ എന്താ ചെയ്തെന്നൊന്ന് അന്വേഷിക്കുക പോലും ചെയ്യരുത്. അത് അന്വേഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. സ്വപ്ന അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. മഹിമയാണ് ഇങ്ങനെ ഒരു കേസിൽ കുടുങ്ങിയതെങ്കിൽ അവൾ ആ കുറ്റം ചെയ്തു കാണുമെന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും നീ സംശയിക്കോ? എനിക്കും എന്റെ അനിയത്തിയെ വിശ്വാസമാണ്. ഇവളെ അറസ്റ്റ് ചെയ്തപ്പോ നിനക്ക് എന്നെ ഒന്ന് വിളിച്ചു പറയാനുള്ള മര്യാദയെങ്കിലും കാണിക്കാമായിരുന്നു. ഞാൻ ഗിരിയേട്ടനെ എത്ര തവണ വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചാ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതാ ഞാൻ പറഞ്ഞത്. എല്ലാത്തിനും പോലീസുകാരെ കുറ്റം പറഞ്ഞാ പോരാ. ഇതൊരു സീരിയസ് ആയിട്ടുള്ള കുറ്റം. എത്രയും പെട്ടെന്ന് മുകുന്ദനെ കണ്ട് ജാമ്യം എടുക്കാൻ നോക്ക്. ഞാൻ എത്രയും പെട്ടെന്ന് ജാമ്യം എടുക്കാൻ ശ്രമിക്കാം. നീ ധൈര്യമായിട്ടിരുന്നു. എന്റെ അനിയത്തിയെ തല്ലിയ മാഡത്തിനെ ഞാൻ വെറുതെ വിടുമെന്ന് സാറ് കരുതണ്ട. ഇന്നെന്താണോ കോളേജ് നേരത്തെ കഴിഞ്ഞോ? സ്റ്റാഫ് എന്തോ കാരണം പറഞ്ഞ് സമരം വിളിച്ചു. ഗൗരിയമ്മ ഇല്ലേ ഇവിടെ? ആ, അമ്മയ്ക്ക് ഷൂട്ടിംഗ് ഉണ്ടോ? അമ്മ ഭയങ്കര തിരക്കില്ല. ഓ, അപ്പോ നമ്മള് വീട്ടിൽ ഒറ്റയ്ക്കാ ആണെങ്കി ചുമ്മാ അറിഞ്ഞിരിക്കാൻ ചോദിച്ചതാ. തനിക്ക് ചാട്ടം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഓ, ഞാൻ കുറച്ച് റൊമാൻറ്റിക് ആയി പോയി. എന്നെ കെട്ടാൻ പോകുന്ന ആള് എന്നോട് സ്നേഹത്തോടെ 2 വാക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തെറ്റാണോ? ഞാൻ എന്നോട് സ്നേഹത്തോടെ സംസാരിക്കാറുണ്ടല്ലോ. ആണോ? എന്നാ ഒന്ന് കാണിച്ചു തന്നെ. സ്നേഹത്തോടെ സംസാരിച്ച് കാണിക്കേ. അതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? പിന്നെ റൊമാൻറ്റിക് ആവാൻ 2 ആഴ്ച മുൻപ് നോട്ടീസ് അയക്കണോ? ഗിരിയ, എന്താടാ?
നീ ആ ടെൻഷനിലാണല്ലോ. സ്വപ്നയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിന്? അവൾ ഓടിച്ചിരുന്ന വണ്ടിയിൽ നിന്നും മയക്കുമരുന്ന് കിട്ടിയെന്നാ പോലീസ് പറയുന്നത്. അവര് സ്വപ്നയെ കൊടുക്കാൻ നോക്കാണെന്ന് ഉറപ്പാ. ഗിരിയേട്ടൻ ചേച്ചിയോട് സംസാരിച്ചില്ലേ? സംസാരിച്ചു. എന്നിട്ട് അവള് പറയുന്നത് ആ കാറിൽ നിന്ന് എന്നെ ആ മയക്കുമരുന്ന് കിട്ടിയെന്നാ. ചേച്ചി നുണ പറയുകയാണെന്നാണോ ഗിരിയേട്ടൻ പറയുന്നേ? സ്വപ്ന മയക്കുമരുന്ന് കടത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഉറപ്പിക്കൊന്നും വേണ്ട. നല്ല കാശ് കിട്ടുമെന്ന് കണ്ടാ അവൾ അതും ചെയ്യും. മഹിമേ, സ്വപ്ന നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിന് അവളോട് പകരം ചോദിക്കാനുള്ള ഒരു അവസരമല്ല ഇത്. അവൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു കാണും, പക്ഷെ ഇത് അവൾ ചെയ്തിട്ടില്ല. ഗിരി, സ്വപ്നം ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കും തോന്നില്ല. അവൾക്ക് കക്കാൻ മാത്രമല്ല നിൽക്കാനും അറിയാം. എടാ, കാശുണ്ടാക്കാൻ ഇത്ര വലിയ റിസ്ക് ഒന്നും അവൾ ഒരിക്കലും എടുക്കില്ല. അവൾക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചേ പറ്റൂ. നിനക്ക് അവളെ സഹായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ അവളെ സഹായിക്കാൻ ശ്രമിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തരുത്. ഗിരി, നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എടാ, സ്റ്റേഷനിലെ പുതിയൊരു പോലീസുകാരി ചാർജ് എടുത്തിട്ടുണ്ട്, ഒരു അനിത. അവള് സ്വപ്നയെ തല്ലിയെന്ന് അവള് പറഞ്ഞത്. മഞ്ജു ഓടിയില്ലേ? ഈ അനിത അവളുടെ സീനിയറാ. പോരാത്തതിന് മഞ്ജുവിനോട് അവൾക്ക് എന്തോ വൈരാഗ്യം ഉള്ളതുപോലെയാ പെരുമാറുന്നത്. മഞ്ജുവിനോടുള്ള ദേഷ്യം കൂടി അവള് സ്വപ്നയോടാ തീർക്കുന്നത്. ഞാൻ അവിടെ വെച്ച് തന്നെ അവളൊരു പാഠം പഠിപ്പിച്ചനെ. മഞ്ജു തടഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ മിണ്ടാതെ തിരിച്ചു പോകുന്നത്. ആ, അതേതായാലും നന്നായി. നീ സ്റ്റേഷനിൽ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ അത് സ്വപ്നയ്ക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയെ പ്രതികൂലമായിട്ട് ബാധിക്കുകയുള്ളൂ. എടാ, ഞാൻ സ്റ്റേഷൻ വരെ പോവാം. കേസ് കോടതി വരുമ്പോഴേ നമുക്ക് ജാമ്യം എടുക്കാൻ ശ്രമിക്കാം. ദേ, നീ തൽക്കാലം വീട്ടിൽ പോയി അമ്മയെ സമാധാനിപ്പിക്കും. ശരി. വക്കീല് സ്വപ്നയ്ക്ക് വേണ്ടി വാദിക്കാൻ പോവാണോ? കക്ഷികൾക്ക് വേണ്ടി വാദിക്കുന്നതല്ലേ എന്റെ ജോലി. എന്നാലും ചതിച്ച കാമുകിക്ക് വേണ്ടി വാദിക്കാൻ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ വളരെ പ്രൊഫഷണലാ. പിന്നെ എന്റെ സഹായം ആവശ്യപ്പെടേണ്ട ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായേല് ഒരു രസമൊക്കെ ഇല്ലടൂ. അല്ല, തനിക്ക് ഞാൻ അവളുടെ കേസെടുക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ സ്റ്റേഷനിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. സ്വപ്നയ്ക്ക് തല്ല് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ വല്ലാത്തൊരു സന്തോഷം തോന്നി. അവക്ക് അല്ലെങ്കിലും തല്ലിന്റെ നല്ല കുറവുണ്ട്. താൻ വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക്. മഞ്ജു വന്നു കഴിഞ്ഞാലേ എന്തായാലും അവിടെ ഒരു വഴക്ക് നടക്കാനുള്ള സാധ്യത ഉണ്ട്.